ഞാൻ ട്രാക്ടറിനെ പറ്റി മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നിങ്ങളുടെ പൈസയാണ്, നിങ്ങളുടെ വണ്ടിയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടയർ ഇടാം, പുതിയതായിക്കോട്ടെ പഴയതായിക്കോട്ടെ, ഈവൻ ടയർ ഇടാതെ വരെ ഇടാം, നിങ്ങളെ ഇഷ്ടം. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്, ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് പോയി ടയർ ഇടുന്നതും ഇതൊന്നും അറിയാതെ ആരെങ്കിലും പറ്റിച്ചിട്ടായിരുന്നു നല്ലതിലേക്ക് വ്യത്യാസമുണ്ട്. കാരണം ഈ ഒരു വണ്ടിയിൽ ഇപ്പോൾ എനിക്ക് ബ്രേക്ക് ഇല്ലെന്ന് എനിക്ക് മുൻപേ കൂട്ടി തന്നെ അറിയാമെങ്കിൽ ഈ ഒരു വണ്ടി കൊണ്ട് എനിക്ക് എവിടെ വേണം പോകാൻ പറ്റും. അതേപോലെ ഒരു പോറിലെല്ലാം തിരിച്ചു വരും. പക്ഷേ അതേപോലെ അല്ല, ഞാൻ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ ബ്രേക്ക് പിടിക്കുമ്പോൾ ബ്രേക്ക് ഫെയിലാവുന്നത്. ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ആരും ഒന്നും ചെയ്തു തരാൻ പോകുന്നില്ല. കുനിഞ്ഞ് നിന്നാൽ ജട്ടി പേര് അടിച്ചുകൊണ്ട ടീംസാണ്. ലോ ഡൗൺ പേയ്മെൻറ്റ് ലീവുമായിട്ട് ആൾക്കാരെ പറ്റിച്ച് ഫൈനാൻസ് കമ്പനിക്കാരിൽ നിന്ന് കമ്മീഷൻ വാങ്ങിക്കുന്ന ടീമുകളുണ്ട്. ഇവന്മാർ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാത്തൊരു അവസ്ഥയെ ചൂഷണം ചെയ്താണ് ഇവന്മാരെല്ലാം ഈ ഒരു സെറ്റപ്പിൽ വിൽക്കുന്നത്. ഇനി 10,000 രൂപ കൊടുത്ത് അത്യാവശ്യം നല്ലൊരു ടയർ വാങ്ങിച്ചിടാൻ പറ്റും. അതെന്തായാലും ഒരു 10,000 കിലോമീറ്റർ പ്ലസ് ഓടും. നിങ്ങൾ ഈ വാങ്ങിക്കുന്ന ട്രാക്ടർ മിക്കുള്ളത് 2,000-3,000 കിലോമീറ്റർ ഓടും. അപ്പോൾ കുറച്ച് ഫണ്ട് സെറ്റ് ചെയ്യണ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഏകദേശം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ടിൻ്റെ എക്സ്പെൻസ് സെയിം ആയിട്ട് തന്നെയാണ് പറഞ്ഞത്. പിന്നെ 10,000-20,000 രൂപ പുതിയ ടയർ നിങ്ങൾക്ക് 2,000 രൂപയ്ക്ക് 1,000 രൂപയ്ക്കും കിട്ടുന്നുണ്ടെങ്കിൽ അത് അവരെത്ര രൂപയ്ക്കാണ് എടുത്തതെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും ആലോചിക്കണം. ഈ ഒരു ക്വസ്റ്റിൻ്റെയൊക്കെ ആൻസർ നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചിട്ട് നിങ്ങളോട് തന്നെ ഒന്ന് ചോദിക്കണം, ഈസ് ഇറ്റ് റിയലി വർത്ത് ദ റിസ്ക്. പിന്നെ ആ ഒരു ടയറിൻ്റെ ഗ്രിപ്പും കാര്യങ്ങളൊക്കെ പറ്റി ഒരുപാട് പേര് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത് നിങ്ങൾ ഉറപ്പായിട്ടും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പക്ഷേ അതൊക്കെ അതിൻ്റെ പുതിയ ടയറിനാണ്.